എന്താ പാട് സുഖല്ലേ? ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടവനാണ് എന്തായിരുന്നു ബാലസംഘ പ്രസിഡന്റ്. നമസ്കാരം. ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയത്തോട് പലർക്കും വിയോജിപ്പുണ്ടാകാം, എതിരഭിപ്രായമൊക്കെ ഉണ്ടാകാം. പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു കാര്യം സംസാരിക്കണമെന്ന് തോന്നി. അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. കുട്ടി സഖാവ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ കുട്ടികൾ പോസ്റ്റ് ചെയ്തതാണ്. അവരുടെ പാർട്ടി ഓഫീസ് അവര് തന്നെ അവരുടെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അവരുടെ പാർട്ടി ഓഫീസ് കാണിക്കുന്നു, അവരുടെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ജോയിന്റ് സെക്രട്ടറിയും ഒക്കെ കാണിക്കുന്നുണ്ട്. കൊടി പിടിച്ചുകൊണ്ടാണ് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ വൈറലായി ഒരുപാട് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു, മോട്ടിവേറ്റ് ചെയ്യുന്നത് കണ്ടു, കമന്റ്സ് ഇടുന്നത് കണ്ടു. ചില ആൾക്കാർക്ക് അതിനോട് വിയോജിപ്പുണ്ട്, എതിരഭിപ്രായമുണ്ട്. വീഡിയോ വൈറലായതോട് കൂടിയിട്ട് മെറ്റ ആ ഒരു വീഡിയോയും അക്കൗണ്ടും റിമൂവ് ചെയ്തു. ഉറപ്പായിട്ട് റിമൂവ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടാണ് ഈ മെറ്റയൊക്കെ പോകുന്നത്. അപ്പൊ ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ ഉറപ്പായിട്ട് റിമൂവ് ചെയ്യും. ചെറിയ കുട്ടികളല്ലേ, ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് റിമൂവ് ചെയ്തത്. പക്ഷെ റിമൂവ് ചെയ്തിട്ടും പിന്നെയും ഒരു അക്കൗണ്ടും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമേ പോകത്തുള്ളൂ, ഇവിടെ നിന്ന് പോകത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗുകളൊക്കെ അടിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി നേതാക്കന്മാര് പോലും ഈ കുട്ടികളെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. സത്യത്തില് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മാത്രമല്ല ഇപ്പം വാർത്തകളിൽ പോലും ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ കുട്ടികളുടെ അടുത്ത് പോയി ചോദിക്കുന്ന വാർത്തയുണ്ട്. ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നിങ്ങളുടെ വീഡിയോ പോയി വിഷമമുണ്ടോ? എന്ത് വിഷമോ? ഞമ്മളെ ഇവിടെ ഉണ്ട് ആ ചെങ്കുടി പോവൂല. ഈ അക്കൗണ്ട് ഒക്കെ പോയപ്പോ വിഷമം തോന്നിയായിരുന്നു നിങ്ങൾക്ക്? കൊറേ വിഷമുണ്ട്. പക്ഷെ പ്രശ്നമില്ല. പ്രശ്നമില്ല. ഇനി നമ്മൾ കേറ്റു പുതിയ വീഡിയോസ് വിഷമം തോന്നിയതോ വീഡിയോ ഒക്കെ പോയപ്പോ? ചെറുതായിട്ട്. ആരൊക്കെ ഈ പാർട്ടി ഓഫീസ് ഉണ്ടാക്കി തന്ന ആരൊക്കെ? ഞങ്ങളെല്ലാരും കൂടി നിങ്ങൾ തന്നെ ഉണ്ടാക്കി? എത്ര ആളാ ഗാങ്ങാ? ഫ്രണ്ടും കൂടി ഉണ്ട്. സത്യത്തില് ഇപ്പൊ ഇതിനൊക്കെയുള്ള പ്രായമാണോ? ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതിന് ഇത്രയൊക്കെ വാർത്താ പ്രാധാന്യം കൊടുത്ത് ഇതിനെയൊക്കെ ഒരുപാട് രീതിയിൽ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ശരിക്കും കാര്യമില്ല. ആ കുട്ടികളുടെ പ്രായം നിങ്ങളൊന്ന് ആലോചിച്ചേ. അതായത് നമ്മുടെ വീട്ടിലെ കുട്ടികളാണ് ഈ രീതിയിൽ പാർട്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞ് പാർട്ടിക്കൊടിയൊക്കെ പിടിച്ച് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടും? സത്യത്തിൽ അതിനുള്ള പ്രായമായിട്ടില്ല. ഇപ്പോൾ പഠിക്കുകയും കളിച്ച് വളരുകയും ഒക്കെ ചെയ്യേണ്ട പ്രായമാണ്. ഓക്കെ, കളി തമാശ എന്നതിനെക്കാട്ടിലൊക്കെ ഉപരി ഇത്രയധികം പാർട്ടിയെ പറ്റിയുള്ള തീവ്ര ചിന്താഗതി അല്ലെങ്കിൽ പാർട്ടിയുടെ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കേണ്ട ആ ഒരു രീതിയിലേക്കൊന്നും ചെല്ലേണ്ട പ്രായമായിട്ടില്ല. നമ്മളൊരു പാർട്ടിയിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ആ പാർട്ടിയിൽ വിശ്വസിക്കുക, ഫോളോ ചെയ്യുക, അതൊക്കെ എപ്പോഴാണ്? ഒരു 10-18 വയസ്സൊക്കെ ആയിട്ട് എല്ലാ ഐഡിയോളജിയെ പറ്റിയിട്ടും എല്ലാ പാർട്ടികളെ പറ്റിയിട്ടും ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ആ ഒരു സമയത്തായിരിക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങേണ്ടത്. ഇപ്പൊ കളിച്ച് പഠിച്ച് വളരേണ്ട പ്രായമാണ്. ഇതിനെയൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ കുറെ നേതാക്കന്മാർ ആ കുട്ടികളെ വിളിക്കുന്ന വീഡിയോ കോളൊക്കെ വിളിക്കുന്നത് കണ്ടു. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവരും വിചാരിക്കേണ്ടത് ചെറിയ പ്രായമാണ്. ഇപ്പൊ ആ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അവരോട് പറയണം, ഇപ്പൊ ഇതിനുള്ള സമയമല്ല മക്കളെ, നിങ്ങൾ കുറച്ചും കൂടി വളരട്ടെ, വളർന്ന് പഠിച്ച് വലുതായതിനു ശേഷം നമുക്ക് ഇതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം എന്നാണ് പറയേണ്ടത്. കാലം മാറുന്നതിനനുസരിച്ച് കുട്ടികളുടെ മെച്യൂരിറ്റി ലെവലിനും ചിന്താഗതികൾക്കും അഭിപ്രായങ്ങൾക്കും ഒക്കെ മാറ്റം വരാറുണ്ട്, സമ്മതിച്ചു. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ അവഗണിക്കേണ്ട കാര്യങ്ങൾ അവഗണിക്കുക തന്നെ ചെയ്യണം. നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തുക തന്നെ ചെയ്യണം. അതിപ്പോ ഏത് പാർട്ടിയാണെങ്കിലും, ഇപ്പൊ ഞാൻ ഈ ഒരു പാർട്ടി ആയതുകൊണ്ടല്ല, ഏത് പാർട്ടിയെ പറ്റിയിട്ടാണ് ആ കുട്ടികൾ പറയുന്നത് എന്നുണ്ടെങ്കിലും അതിനുള്ള സമയമായിട്ടില്ല. അവർക്ക് വിദ്യാഭ്യാസവും വിവരവും ഒക്കെ വെപ്പിക്കേണ്ട ഒരു സമയത്ത് പാർട്ടി ചെങ്കൊടി ചങ്കിലുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതൊരു വല്ലാത്തൊരു തീവ്രത അവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട സമയമല്ല. അതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ വീട്ടിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമോ? പ്രോത്സാഹിപ്പിക്കേണ്ട സമയമാണോ? ഒരിക്കലും അല്ല. അപ്പോൾ ഇതിനെയൊന്നും ഇത്രയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് വാർത്തയാക്കേണ്ട കാര്യമല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് വാർത്തയാകുന്നതോടെ ആ കുട്ടികൾ വിചാരിക്കും ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് ചെയ്തത് എന്നുള്ള ചിന്താഗതി അവരിലേക്ക് വരും. അവർ കൂടുതൽ അതിലേക്ക് ഇറങ്ങും. അപ്പൊ അതിനുള്ള സമയമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടവർ തന്നെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്.